റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുന്നു പ്രബോധകനായി. ആ നാട്ടിലുള്ളവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വേണ്ടി. അദ്ദേഹത്തെ പിരിയുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുആദ്, അല്ലയോ മുആദ്, ഇന്നക തഖ്ദുമു അലാ ഖൗമി മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരായ ഒരു ജനവിഭാഗത്തിന്റെ അരികിലേക്കാണ് താങ്കൾ പോകുന്നത്. യമനിലെ കാലഘട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത് യഹൂദന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയുന്നു, ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ഷഹാദതു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലേക്കാണ്. മറ്റു ചില റിവായത്തുകളിൽ കാണാം, നീ അവരെ ആദ്യം ക്ഷണിക്കേണ്ടത് ഇലാ അൻ യുവഹിദുല്ലാഹ്, അല്ലാഹുവിനെ അവർ ഏകനാക്കുക എന്ന തൗഹീദിലേക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇൻ അറഫുല്ലാഹ്, അവർ അല്ലാഹുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലാഹു ആരാണ് എന്ന് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, തൗഹീദ് അവരുടെ ഹൃദയത്തിൽ അടിയുറച്ചു കഴിഞ്ഞാൽ, ഫഅഅലിംഹും അന്ന അല്ലാഹ ഇഫ്തറദ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല, രാവിലെയും രാത്രിയുമായി 5 നേരത്തെ നിസ്കാരം അവരുടെ മേൽ അല്ലാഹു നിർബന്ധമാക്കിയിട്ടുണ്ട് എന്ന് താങ്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. നോക്കൂ, നിങ്ങൾ നിത്യവും നിർവഹിക്കുന്ന 5 നേരത്തെ നിസ്കാരം അത് ഒരാളോട് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അവന് തൗഹീദ് ഉണ്ടെങ്കിൽ മാത്രമാണ്. തൗഹീദില്ലാത്ത നിസ്കാരം സ്വീകരിക്കുകയില്ല. തൗഹീദ് പാലിക്കപ്പെടാത്ത ഒരാളുടെ സകാത്തുകൾ സ്വീകരിക്കപ്പെടുകയില്ല. നിങ്ങൾക്കറിയില്ല, ഒരു മനുഷ്യൻ വുദൂ ഇല്ലാതെ 1000 റക്അത്തുകൾ ആവർത്തിച്ച് നിസ്കരിച്ചാലും അയാളുടെ നിസ്കാരം അല്ലാഹുവിന്റെ അരികിൽ സ്വീകരിക്കപ്പെടില്ല എന്നതുപോലെ തന്നെ തൗഹീദില്ലാതെ അല്ലാഹു ഒരാളുടെയും പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതല്ല.